ദിവാലി സ്പെഷ്യൽ സ്വീറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഇത് തമിഴ്നാട് സ്റ്റൈലായിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്വീറ്റാണ്. അപ്പോൾ ഇതിൻ്റെ പേര് എന്താണെന്ന് അറിയണം. ഇതിൻ്റെ പേരാണ് ഉക്കാരൈ. പേര് കേൾക്കുമ്പോൾ നമുക്ക് വിചാരിക്കും നല്ല പാടായിരിക്കും ഇത് ചെയ്തെടുക്കാൻ. അത്രയ്ക്ക് പാടൊന്നുമില്ല. പിന്നെ ട്രഡീഷണൽ സ്വീറ്റ് ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു ടൈം എടുക്കും ചെയ്യാനായിട്ട്. അപ്പം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇത് ചെട്ടിനാട് സ്റ്റൈലൊക്കെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നതെങ്കിൽ ഒന്ന് കുഴഞ്ഞിരിക്കും. നമ്മൾ പായസം കഴിക്കില്ലേ, അതിൻ്റെ പോലെ ജസ്റ്റ് ഒന്ന് കുഴഞ്ഞിരിക്കുന്ന രീതിയിലാണ്. അപ്പം ഇതിപ്പോൾ നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട്. ഇതിരിക്കുന്നതോറും ഡ്രൈ ആയി വരും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത്തവണ ദീപാവലിക്ക്. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. അപ്പോൾ എന്നാൽ പിന്നെ അധികം സംസാരിച്ച് സമയം കളയണ്ട, നിങ്ങൾ പോയി ഉക്കാര ഉണ്ടാക്കി നോക്കിക്കോളൂ. ഉക്കാര ചെയ്യുന്നതിനായിട്ട് കടലപ്പരിപ്പിൽ മാത്രവും ചെയ്യാം. കടലപ്പരിപ്പും നമ്മുടെ ചെറുപയർ പരിപ്പുണ്ടല്ലോ അതും കൂടി മിക്സ് ചെയ്തും ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. അപ്പം 1 കപ്പ് നമ്മൾ എടുക്കുന്ന ഏത് മെഷറിംഗ് കപ്പാണോ അതിന് മെഷറിംഗ് കപ്പോ ഗ്ലാസ്സോ എന്ത് വേണമെങ്കിലും എടുക്കാം. അതിൽ 1 കപ്പ് കടലപ്പരിപ്പ് എടുക്കാം. കണ്ടോ, 1/4 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് പയറുപരിപ്പ്, അതാണ് ഇതിൻ്റെ ഒരു അളവ്. അപ്പം ഇനി നമ്മൾ ഇതിന് ശർക്കരയും കൂടി ചേർത്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ശർക്കര എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ എടുത്തിട്ടുള്ള കടലപ്പരിപ്പ് എത്രയാണോ എടുത്തിട്ടുള്ളത് അതിൻ്റെ അളവിനാണ് നമ്മൾ ശർക്കര എടുക്കേണ്ടത്. അത് മെയിനായിട്ടുള്ള അളവ് ശ്രദ്ധിക്കേണ്ടത് ഇത് 3ആണ്. അപ്പോൾ ഇത് നല്ല പോലെ നമുക്കൊന്ന് വറുത്തെടുക്കണം. ഫസ്റ്റ് വറുത്തെടുത്തിട്ട് രണ്ടും കൂടി ഒരുമിച്ച് വറുത്തെടുത്താൽ മതി. ഒരുമിച്ച് വറുത്തെടുത്തിട്ട് ഒരു 3 മുതൽ 5 മണിക്കൂർ വരെ വെള്ളത്തിൽ, അതായത് ചെറിയ ചൂട് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അങ്ങനെ കുതിർത്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ ബാക്കി ചെയ്യുന്നത്. വറുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല പോലെ ഇത് ചുമക്കരുത്. ഇതിൻ്റെ കളർ ചേഞ്ച് ആവുന്നതിന് മുന്നേ നമ്മൾ എടുക്കണം. എന്നാൽ നല്ല പോലെ റോസ്റ്റ് ചെയ്തെടുക്കുകയും വേണം. ചെറിയ ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. നല്ല പോലെ വറുത്തിട്ട് ഞാൻ 3 മുതൽ 5 മണിക്കൂർ വരെ, അതായത് നമ്മുടെ ചെറിയ ചൂടുവെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്. ഇപ്പം നല്ല പോലെ ഞാൻ സ്ട്രെയിൻ ചെയ്തെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുകയെന്ന് വെച്ചാൽ വെള്ളമൊന്നും ചേർക്കേണ്ട, നല്ല പോലെ ഒന്ന് അരച്ചെടുത്താൽ മതി. അപ്പം ഞാൻ അങ്ങനെ ഫുള്ള് അരച്ച് കൊണ്ടുവരാം. നല്ല പോലെ ഞാൻ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. തരി പോലെ ഇടയ്ക്ക് കടല അതിനകത്ത് കാണും, കടലപ്പരിപ്പ്. അപ്പോൾ അത് കടിക്കാൻ കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ ഒരു രീതിയിൽ അങ്ങ് അരച്ചെടുത്താൽ മതി. ഇനിയിപ്പം നല്ല പോലെ അരഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല, എങ്ങനെയായാലും കുഴപ്പമില്ല. നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിന് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് നല്ല പോലെ ആവി കയറ്റിയെടുക്കുക. അപ്പോൾ നമുക്ക് ഇതേ കണക്ക് തട്ടിൽ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൽ ശകലം നെയ്യ് നമുക്ക് തടവി കൊടുക്കണം ഫസ്റ്റ്. എന്നിട്ട് നമ്മൾ ചേർത്താൽ മതി, അല്ലെങ്കിൽ ഇളക്കിയെടുക്കാൻ ഇത്തിരി പാടായിരിക്കും. ശകലം നെയ്യ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തൂക്കി കൊടുത്തിട്ട് ഓരോ പിടി പോലെ പിടിച്ച് വെച്ച് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഇത്തിരി പരത്തി വെച്ചാൽ മതി കേട്ടോ, ഇതിൽ കൊള്ളത്തക്ക രീതിയിൽ. ഒരുപാട് പിടി പോലെ നമ്മൾ പിടിക്കേണ്ട, ഒന്ന് പരത്തി വെച്ചാൽ മതി. അപ്പോൾ വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇഡലി പാത്രത്തിൽ തന്നെ ആ കുഴിയിൽ ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി. ഇപ്പോൾ എല്ലാം ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെ ഇതിനകത്തെല്ലാം ഫില്ലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ വേവിച്ചെടുക്കട്ടെ. നമ്മുടെ കടലപ്പരിപ്പ് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അത് വെന്ത് നല്ലപോലെ തണുത്ത് വന്നാലേ നമുക്ക് അടുത്ത് ബാക്കി ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ശർക്കരയും നമുക്ക് പാവ് കാച്ചി എടുക്കാം അപ്പോഴും. അപ്പോൾ ഇന്ന് ശർക്കരയും നല്ലപോലെ തണുത്ത് വരണം. അപ്പം ശർക്കരയുടെ അളവ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കടലപ്പരിപ്പ് എത്ര എടുക്കുന്നു അത്രയും അളവിലാണ് ശർക്കര എടുക്കേണ്ടത്. അപ്പം ഞാൻ 1.5 കപ്പ് കടലപ്പരിപ്പ് കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 1.5 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി മധുരം കൂടുതൽ വേണമെങ്കിൽ അതിൻ്റെ കൂടുതൽ ചേർക്കാം, കുറച്ച് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് ചേർക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അതിലേക്ക് കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് ശർക്കര നല്ലപോലെ പാവ് കാച്ചിയെടുക്കാം. അതായത് നമ്മുടെ ശർക്കര ഇപ്പം ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. വെച്ച് നല്ലപോലെ ഒന്ന് പാവ് കാച്ചിയെടുക്കാം. നമുക്ക് നല്ല കറുത്ത കളറിലെ ശർക്കര എടുക്കുകയാണെങ്കിൽ നല്ല കളറായിട്ട് നമ്മുടെ ഉക്കാര വരും. അപ്പം ശർക്കരയുടെ കളർ അനുസരിച്ചാണ് ഇതിൻ്റെ കളറും വരുന്നത്. ഇപ്പം ഇതിപ്പോൾ അത്യാവശ്യം നല്ല കറുത്ത കളറിൽ ശർക്കരയാണ്. അപ്പോൾ ഇത് നല്ലപോലെ പാവ് കാച്ചി എടുക്കട്ടെ. ശർക്കര ഞാൻ നല്ലപോലെ പാവ് കാച്ചി എടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കാം. ഇത് രണ്ടും ഏകദേശം തണുത്ത് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ബാക്കി ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം, തണുത്ത് വരുന്നത്. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്, വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ കുത്തി നോക്കുമ്പോൾ ഇത് കയ്യിലൊന്നും ഒട്ടി വരത്തില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഇളക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് തണുക്കട്ടെ നല്ല പോലെ.
ഇതിപ്പോൾ നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒടിച്ചൊടിച്ച് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന് നമുക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു മിക്സിയിലോട്ടിട്ട് ഇതിനെ പൊടിച്ചെടുക്കണം. അപ്പം നമുക്കിതെല്ലാം ഈ മിക്സിയിലോട്ടിട്ട് നല്ല പോലെ പൊടിച്ചെടുക്കാം. ഞാൻ നല്ല പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഒരു ചെറിയ തരി നമുക്ക് കിട്ടണം, അത്രേ ഉള്ളൂ. തരിയോട് കൂടി തന്നെ നമ്മൾ പൊടിച്ചെടുക്കണം, എന്നാലേ അതിനൊരു ഇത് കിട്ടത്തുള്ളൂ. ഒരുപാട് അങ്ങ് പൊടിയണ്ട. അപ്പം ഞാനത് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് തേങ്ങയാണ്. അപ്പോൾ ഈ തേങ്ങയും നമ്മൾ നല്ല പോലെ ഒന്ന് ജസ്റ്റ് ശകല നെയ്യ് ഒഴിച്ച് ഒന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുകയെന്ന് വെച്ചാൽ അതിൻ്റെ തേങ്ങയുടെ എന്തുവാണ് പച്ച മണം ഉണ്ടല്ലോ, അതൊന്ന് മാറിക്കിട്ടണം. എന്നാൽ കറുത്ത് പോകരുത്, കളറും മാറരുത്. അങ്ങനെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് നട്ട്സും റൈസൻസും കൂടി നെയ്യിൽ മൂപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇത്രയാണുള്ളത്. പിന്നെ ശർക്കര പാനി അതുപോലെ പാവ് കാച്ചി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്തു തുടങ്ങാം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ശർക്കര ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ശർക്കര നല്ല പോലെ കട്ടിയായി വരണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ കറക്റ്റ് പരുവാകുമ്പോൾ ഒരു നൂൽ പരുവാവണം ശർക്കര. നൂൽ പരുവത്തിൽ നിന്നും കുറച്ചും കൂടി കട്ടിയായിട്ട് വരണം. എന്നാൽ മാത്രമേ അതുവരെ നമുക്കിതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ശർക്കര നല്ല പോലെ ഒരു നൂൽ പരുവായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുണ്ടോ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതുപോലൊരു പാത്രത്തിൽ ശകലം വെള്ളം എടുത്തിട്ട് ശർക്കര ശകലം ഇതിലേക്ക് ഒഴിച്ച് നോക്കിയാൽ മതി. അപ്പോൾ അതിങ്ങനെ ബോൾ പോലായി വരുന്നുണ്ട്. നമ്മൾ എടുക്കുമ്പോൾ ബോൾ കണ്ടോ, ബോൾ പോലെ ആയി വരുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് പാകം എന്നാണ് അർത്ഥം. കണ്ടോ, അപ്പോൾ നമ്മുടെ ശർക്കര കറക്റ്റ് പാകമായിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പം ഇതിലേക്ക് നമുക്കിനി നമ്മുടെ കടലപ്പരിപ്പ് പൊടിച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. തീ ഏറ്റവും കുറച്ച് വെച്ചതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം നല്ല പോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. ഇത് നല്ല പോലെ ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യുടെ അളവും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3/4 സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കയുടെ കുരുവാണ്. അപ്പം മഴ പെയ്യുന്നതുകൊണ്ട് സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഇത് ഏലക്കയുടെ കുരുവാണ്. നിങ്ങൾക്ക് ഏലക്കപ്പൊടി വേണമെങ്കിൽ ചേർക്കാം. ഞാനത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രം ഏലക്കയുടെ ഫ്ലേവർ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് നല്ല പോലെ ഒരു 5 മിനിറ്റ്സ് ഇതിനെ മിക്സ് ചെയ്തെടുക്കണം. ഇച്ചിരി നെയ്യ് ചേർത്ത് കൊടുക്കണം. അപ്പം നെയ്യ് ചേർക്കുമ്പോൾ ഈ സെൻറ്ററിൽ ശകലം ഇങ്ങനെ 4 സൈഡിലേക്ക് മാറ്റിയിട്ട് ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. അപ്പോൾ പെട്ടെന്ന് നെയ്യ് മെൽറ്റായി വരികയും ചെയ്യും. എന്നിട്ട് നമുക്കിതിൽ ഇളക്കുകയും ചെയ്യും. നെയ്യ് ഞാനിവിടെ കുറച്ച് ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്കുള്ള നെയ്യ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം. ഇത് നമുക്ക് ലാസ്റ്റ് ഈ നെയ്യിലേക്ക് തന്നെ നമ്മുടെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഉക്കാര സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാവും, ഇവിടെ മഴ പെയ്യുന്നത് കൊണ്ടാണ്. അപ്പം നല്ല പോലെ എല്ലാം ഡ്രൈ ചെയ്ത് പൊടിയാ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് തണുത്തതിന് ശേഷമാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതേ അപ്പം നമ്മുടെ സ്വീറ്റ് നല്ല പോലെ തണുത്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പൊടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ദിവാലി സ്പെഷ്യൽ സ്വീറ്റാണ്. അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് അറിയിക്കണം. ഓക്കെ, അപ്പോൾ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.